ജോർജ് പൊടിപാറ, ഇപ്പോൾ ഇന്നലെ വരെ കെ സുധാകരൻ ഒരു പരസ്യ പ്രതികരണത്തിന് തരൂരിന്റെ കാര്യത്തിൽ നിന്നിരുന്നില്ല. കാരണം KPCC പ്രസിഡന്റിനെ മാറ്റണ്ട എന്നൊരു തീരുമാനം പുറത്ത് ശക്തമായി പറയുകയും സുധാകരന് പിന്നിൽ ശക്തമായി നിൽക്കുകയും ചെയ്ത ആളാണല്ലോ ശശി തരൂർ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം തിരിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നേക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ സ്വഭാവം മാറി എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ തരൂരിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു, നല്ല ഉപദേശം നൽകിയെന്നും KPCC അധ്യക്ഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഉപദേശത്തിന് ശേഷമാണ് പോസ്റ്റ് മാറ്റിയെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സുധാകരൻ പറഞ്ഞാലും VD സതീശൻ പറഞ്ഞാലും ഹസ്സൻ പറഞ്ഞാലും അത് അംഗീകരിക്കാത്ത തരൂർ ഇനി എന്താണ് സംസ്ഥാന കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ റോൾ? സത്യത്തിൽ പലതരത്തിലുള്ള എന്താ പറയുക അസംഷൻസിന് സാധ്യതയുണ്ട്. ശശി തരൂർ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലേഖനം എഴുതേണ്ട ഒരു അനിവാര്യത ഉണ്ടായിരുന്നില്ല. ഇനി എഴുതിയാൽ പോലും അതിനകത്ത് പിന്നീട് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പോസ്റ്റ് മാറ്റിയല്ലോ, പക്ഷെ ലേഖനത്തിലെ ഫൈൻഡിങ്സിന് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ UDF ചെയർമാനോ ഒന്നും പറഞ്ഞിട്ട് അതിൽ ഒരു മയവും അദ്ദേഹം വരുത്താൻ തയ്യാറാവുന്നില്ല. പക്ഷെ പോസ്റ്റ് മാറ്റി. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ശശി തരൂര് എന്തോ തീരുമാനിച്ച് ഉറച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച് ഉറച്ചിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയെ അദ്ദേഹമാക്കിയ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അദ്ദേഹമാക്കി മാറ്റിയതിൽ ഒരു വലിയ പങ്കുണ്ട്. ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ചുവപ്പ് പരവതാനി വിരിച്ച് അദ്ദേഹത്തെ നേരിട്ട് പാർട്ടിയിലേക്ക് എടുത്തത് സോണിയാഗാന്ധിയാണ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ 3 തവണ MP ആക്കി. ഇതെല്ലാം ചെയ്തൊരു പാർട്ടിയെ വിഷമവൃത്തത്തിലാക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കാനുള്ള ആ ഒരു ഔചിത്യമൊന്നും ഇല്ലാത്ത ഒരാളല്ല ശശി തരൂര്. അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാകാത്ത ആളുമല്ല. എന്നിട്ടും അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ഒരു എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തായിരിക്കാം 4 തവണ MP ആയ വിപ്ലവകാരി എന്ന AK ബാലൻ വിളിക്കുമ്പോൾ ആ വിളി എന്താണ്? ഇങ്ങോട്ട് പോരൂ എന്നാണോ? വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാൻ ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന സമയത്ത് ആ ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഒരാളാണ്. അതിന് വളരെ ശക്തമായിട്ട് അതിനോട് വിയോജിച്ച ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹപ്രവർത്തകൻ ശ്രീകുമാർ. അന്ന് ഞങ്ങൾ തമ്മിൽ തന്നെ പലപ്പോഴും വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്തുണച്ചൊരു വ്യക്തിയാണ്. എനിക്കിപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കഷ്ടം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പാർട്ടിയുടെ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അതെല്ലാം ദേശീയ തലത്തിലാവട്ടെ സംസ്ഥാന തലത്തിലാവട്ടെ അദ്ദേഹത്തിന് ഒരു ഔചിത്യമില്ലാത്ത രീതിയിൽ ഏറ്റവും അനവസരത്തിൽ അദ്ദേഹം ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, പണ്ട് VS അച്യുതാനന്ദൻ ഈ പറഞ്ഞ നെയ്യാറ്റിൻകര ഇലക്ഷന്റെ ദിവസം അദ്ദേഹം ഈ പറഞ്ഞ രമയുടെ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതൊരു നല്ല കാര്യമല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു. പക്ഷെ എത്ര CPM-കാർ അതിനെ പിന്തുണച്ചു? അവിടെ വരെ പോയതിന് അത് ഏറ്റവും വലിയ അപരാധമായിട്ടല്ലേ ചിത്രീകരിക്കപ്പെട്ടത്? അതുപോലെ ഇപ്പൊ എന്തുകൊണ്ടാണ് CPM ശശി തരൂരിനെ വാഴ്ത്തിപ്പാടുന്ന പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ അദ്ദേഹത്തിന്റെ മഹത്തായ പാടിപ്പുകഴ്ത്തുന്നത്? അതെങ്ങനെയാണ് 2 തരം? അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ചോദിച്ചതാണ്, നിങ്ങളിപ്പോ ഇവിടെ അദ്ദേഹം എഴുതിയതിനെ വാനോളം പുകഴ്ത്തുന്നു, അദ്ദേഹം ശരി ചെയ്യുന്നു, ശരി മാത്രം ചെയ്യുന്നു, വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനാണ് എന്നൊക്കെ പറയുന്ന നിങ്ങൾ പ്രധാനമന്ത്രി എങ്ങനെ നിരന്തരം സ്തുതി പാടിയിട്ട് അമേരിക്കയിൽ പോയി സന്ദർശനം കഴിഞ്ഞിട്ടും വിലങ്ങ് വെച്ച് ഇന്ത്യക്കാരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം അവിടെ അടച്ചിട്ട് മുറിയിൽ എന്ത് ഉറക്കം ചെയ്തു എന്നാ വിചാരിക്കുന്നത്? എന്താണ് അദ്ദേഹം ചെയ്തത്? അല്ലെ, അടച്ചിട്ട മുറിയിൽ പറഞ്ഞിട്ടുണ്ടാകാം എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അത് വലിയ വിവാദമായതോടുകൂടി ഇന്നിപ്പോൾ അതിലൊരു ശക്തമായ പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇതിനെ CPM എങ്ങനെയാ കാണുന്നത്? ഇവിടെ അവർക്ക് ഇത് അനുകൂലമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹം വലിയ CPM അതിൽ മാത്രമല്ലല്ലോ കാണേണ്ടത്. ആ ലേഖനത്തിൽ ഒരു ഭാഗത്ത് മുതലാളിത്തത്തോട് അടുക്കുന്ന ചെങ്കൊടി താഴെ വെച്ചുകൊണ്ട് മുതലാളിത്തത്തോട് അടുക്കുന്ന CPM-നെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CPM അവരുടെ കമ്മ്യൂണിസ്റ്റ് നിലപാടിൽ നിന്ന് മാറുന്നു എന്നതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭാഗം ഏതായാലും CPM തൊടുന്നില്ല. അപ്പുറത്ത് പുകഴ്ത്തൽ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നതാണ് അതാണല്ലോ ഇപ്പോഴത്തെ സത്യം. അതാണല്ലോ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാ നടപടികളിലും വലത്തോട്ടുള്ള ചായ്വ് പോകുന്നു. ഒരു കാലത്ത് എന്തിനെയൊക്കെ നഖശികാന്ത് എതിർത്ത് തോൽപ്പിച്ചോ ഇതിനെയെല്ലാം ഇപ്പോ വാനോളം പുകഴ്ത്തുകയും മാലയിട്ട് സ്വീകരിക്കുകയും ചേർത്തണയ്ക്കുകയും നെഞ്ചത്തണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണും. അതൊന്നും തെറ്റല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതൊക്കെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ തീവ്ര ഇടതുപക്ഷ നിലപാടുമായിട്ട് ഒരു തുരുത്തായിട്ട് കേരളത്തിന് നിൽക്കാൻ പറ്റില്ല. ലോകത്തിനൊപ്പം പോയേ പറ്റൂ. കേരളം മാറി നിൽക്കേണ്ട ഒരു സംഗതിയല്ല. കേരളത്തിന് ഇതൊക്കെ കൂടിയേ പറ്റൂ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ UDF ഭരിക്കുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് അവരെ
എതിർത്ത് തോൽപ്പിച്ചതും ഞങ്ങൾ തന്നെയാണ്, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്റെ പിഴ വലിയ പിഴ എന്ന് പറയാനുള്ള ഒരു ഇത് വേണ്ടേ? ഇപ്പൊ ശശി തരൂരിനെ സ്തുതിക്കുന്ന പോലെ അന്ന് ഞങ്ങൾ എടുത്ത നിലപാടുകൾ തെറ്റിപ്പോയി, UDF-നെതിരെ ഇങ്ങനെ സമരം ചെയ്തത് വളരെ തെറ്റായിപ്പോയി, ഞങ്ങൾക്ക് അന്ന് ഏറ്റുപറയണ്ടേ? മാപ്പ് എന്ന് പറയണ്ടേ? അതിന് തയ്യാറല്ലല്ലോ. ഇപ്പോ വലതുപക്ഷത്തേക്ക് ഇങ്ങനെ തീവ്രമായിട്ട് അതിനെ ചേർത്ത് പുൽകുമ്പോ ഈ വലതുപക്ഷ വ്യതിയാനം എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അതിനെ എങ്ങനെ കുറ്റം പറയുക? അപ്പൊ CPM-ന് അവർക്ക് വേണ്ടതൊക്കെ അവര് 100% ഏറ്റെടുത്തു. അവർക്ക് നേരെ മറിച്ച് മറ്റുള്ളതിനെയല്ല. എന്നെങ്കിലും ഒരു CPM-കാരൻ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അഭിനന്ദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം മരിച്ച ശേഷം പറയും. ജവഹർലാൽ നെഹ്റു മഹാനായത് എപ്പോഴാ? മഹാത്മാഗാന്ധി പോലും മഹാനായത് എപ്പോഴാ? അവരുടെ ഒരു കാലമുണ്ട്, 25 - 30 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാത്മാഗാന്ധി വലിയവനാകുന്നത്, നെഹ്റു വലിയവനാകുന്നത്, ഇന്ദിരാഗാന്ധി മഹതിയാകുന്നത്. ഒരു 10-30 വർഷത്തിന് ശേഷമാണ്. ഇത് തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF ഭരിക്കുമ്പോൾ ഈ പറഞ്ഞതിനെ എല്ലാം അവർ തകർത്ത് തരിപ്പണമാക്കും, 1 ഇഞ്ച് മുന്നോട്ട് പോകാം. അതേ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അത് വലിയ വികസനത്തിന്റെ മഹാദീപസ്തംഭങ്ങളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും. അത് നല്ലതാണെന്ന് ശശി തരൂർ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്നലകളിലും ഇന്ന് രാവിലെ വരെയുള്ള സകല കൊള്ളരുതായില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പറഞ്ഞത് പിൻവലിച്ച് അദ്ദേഹത്തെ രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ഇത് എന്ത് ഇരട്ടത്താപ്പാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ശശി തരൂരിനെ പോലെ ഇത്രയും വിവരമുള്ള ഒരാള് ഒരു സാഹചര്യം ഈ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി പദത്തിലിരുന്ന് ഇങ്ങനെ അടിക്കാൻ, സ്വന്തം പാർട്ടി അടിക്കാൻ ഇങ്ങനെ വടിവെട്ടി കൊടുക്കുന്നതിനെയാണ് എനിക്ക് സഹതാപം തോന്നുന്നത്. കൊടുക്കാൻ പാടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് പിന്നോട്ടടിക്കുന്നതെന്നാണ്, അതിനു കൂടി മറുപടി പറഞ്ഞ് താങ്കൾക്ക് ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങാം. ഞാൻ വിചാരിക്കുന്നു, ഒന്നുകിൽ ഇങ്ങനെയാവുമ്പോൾ അദ്ദേഹം BJP-യെ സ്തുതിക്കുന്നു, CPM-നെ സ്തുതിക്കുന്നു. കേരള പൊളിറ്റിക്സിലാണ് നിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ CPM-ന് വലിയൊരു നേതൃദാരിദ്ര്യം ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിണറായി വിജയന് ശേഷം ആര് എന്ന് പറയുന്ന കാലിബറിലുള്ള ആ രീതിയിലുള്ള ഒരാൾ ആ പാർട്ടിയിലില്ല. വേണമെങ്കിൽ അവിടെ ഒരു വാക്കുമുണ്ട്, ആ സ്ഥിതിക്ക് വേണമെങ്കിൽ ഈ വിശ്വപൗരനെ പ്രതിഷ്ഠിക്കാം. അത് CPM-ന് വേണമെങ്കിൽ നടക്കില്ല. ശ്രീ ജോർജ് പൊടിപാറ, അവിടെയൊക്കെ കുപ്പായം തയ്ച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. എനിക്കും അറിയായികയല്ല. പക്ഷെ ഒരുപക്ഷെ ആഗ്രഹങ്ങൾ ഈ അതിരില്ലല്ലോ. വേണമെങ്കിൽ ശശി തരൂരിന് അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താം. അല്ലെങ്കിൽ ഇന്ന് ഈ പോസ്റ്റ് മാറ്റിട്ടാണ് എന്നെ കൂടുതൽ സംശയാലുവാക്കുന്നത് സ്മൃതി. അല്ലെങ്കിൽ ഇന്ന് ആ പോസ്റ്റ് മാറ്റാൻ സാധ്യതയില്ലായിരുന്നു. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപാറ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.